ത്രിതല പഞ്ചായത്തുകളിൽ കേരളമാകമാനം യു.ഡി.എഫ് സഖ്യം നേടിയ വലിയ വിജയം യു.ഡി.എഫ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് പകർന്നിരിക്കുന്നത്. കേരളത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്താമെന്ന കൊതിയോടുകൂടി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ.ഡി.എഫ് സഖ്യം മുന്നോട്ട് പോകുമ്പോഴാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ യു.ഡി.എഫിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സഖ്യത്തിനും കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സാധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. അവർക്കും ആത്മവിശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷ ക്യാമ്പിന് കാര്യങ്ങൾ അത്ര ആത്മവിശ്വാസത്തോടെയല്ല പോകുന്നത്. വീണ്ടും ഒരു തുടർഭരണമുണ്ടായാൽ താൻ തന്നെ മുഖ്യമന്ത്രി എന്ന നിലപാടിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അധികാരം ലഭിച്ചില്ല എങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നും പിണറായി ക്യാമ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിലാണ് വലിയ ആശങ്കകൾക്കൊക്കെ വിരാമം വിട്ടുകൊണ്ട് കൊട്ടാരക്കരയിൽ, അതായത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനു ശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മുൻനിര മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് കൊട്ടാരക്കരയിൽ കെ.എൻ. ബാലഗോപാൽ എം.എൽ.എ, അതായത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ.എൻ. ബാലഗോപാൽ ജനപ്രതിനിധിയായിരിക്കുന്ന കൊട്ടാരക്കര നിയമസഭയിൽ കോൺഗ്രസിന്റെ മുഖമായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആര് വരും എന്ന ചോദ്യം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. പല പേരുകൾ അവിടെ കേട്ടു, 10ഓളം പേരുകൾ അവിടെ കേട്ടു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാതിരുന്ന, യു.ഡി.എഫിന് കഴിയാതിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര. അതിന്റെ ആക്ഷേപം പലരും സിറ്റിംഗ് എം.പി ആയിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന് നേരെ ഉയർന്നിരുന്നു. എന്നാൽ ഐഷ പോറ്റി CPM-ഉമായുള്ള സഹകരണങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്ത് കോൺഗ്രസിലേക്ക് സജീവമായി കടന്നു വന്നത് കൊട്ടാരക്കരയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്, യു.ഡി.എഫ് സഖ്യത്തിന് ഒരു വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. ആരായിരുന്നു ഐഷ പോറ്റി? CPM-കാർ പറയുന്നത് പോലെ വിശ്വാസ വഞ്ചകി അല്ലെങ്കിൽ വർഗ വഞ്ചകി ആണോ ഐഷ പോറ്റി? CPM-ന്റെ വർഷങ്ങളോളം MLA ആയിരുന്ന രാജേന്ദ്രൻ, അതായത് ഇടുക്കിയിൽ നിന്നുള്ള എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുമ്പോൾ അയാളെ വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല. കാരണം രാജേന്ദ്രന് ഇന്നിന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ യാതൊരു വിധമായ പ്രാധാന്യവുമില്ല എന്ന ഉത്തമ ബോധ്യം എല്ലാ മുന്നണികൾക്കുമുണ്ട്. പിന്നെ ബി.ജെ.പിക്ക് ഇലക്ഷൻ എടുക്കുമ്പോൾ പറയാൻ പറ്റുന്ന പേരുകളിൽ ഒന്നു മാത്രമാണ്. പോയ കാലങ്ങളിൽ ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പല സെലിബ്രിറ്റികളും പിന്നീട് ബി.ജെ.പി രാഷ്ട്രീയം അവസാനിപ്പിച്ച് നിശബ്ദതയിലേക്ക് മാറിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഐഷ പോറ്റിയെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായ കെ.എൻ. ബാലഗോപാലിന്റെ മണ്ഡലം കൊട്ടാരക്കര കോൺഗ്രസിനു വേണ്ടി തിരിച്ചു പിടിക്കാനുള്ള ശക്തി ഇപ്പോഴും ഐഷ പോറ്റിക്കുണ്ട് എന്ന ഉത്തമ വിശ്വാസം CPM നേതൃത്വത്തിനും LDF നേതൃത്വത്തിനുമുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി നടത്തിയ അവലോകന യോഗത്തിൽ ഉയർന്നു കേട്ടതും കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. ഐഷ പോറ്റി എന്തുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറി? ആ ചോദ്യം പ്രസക്തമാണ്. 15 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഐഷ പോറ്റി, കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ ഐഷ പോറ്റി, 15 വർഷക്കാലം കൊട്ടാരക്കരയിൽ MLA ആയിരുന്ന ഐഷ പോറ്റി ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഒരു രാത്രി കൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയതല്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷത്തു നിന്നുണ്ടായ അവഗണനകൾ, മാറ്റി നിർത്തലുകൾ, അതിൽ മനം മടുത്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചവർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. എല്ലാവരും പറയുന്നത് പോലെ, അതായത് ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ പറയുന്നത് പോലെ MLA ബോർഡ് വെച്ചൊരു കാറിന് വേണ്ടി മാത്രമല്ല ഐഷ പോറ്റി ഇടതുപക്ഷ രാഷ്ട്രീയം അവസാനിപ്പിച്ചത്. താൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ കൊട്ടാരക്കരയിൽ കൊണ്ടുവന്ന വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഐഷ പോറ്റി. ആ 15 വർഷക്കാലങ്ങൾക്ക് മുൻപും 15 വർഷക്കാലങ്ങൾക്ക് ഇപ്പുറം കഴിഞ്ഞ 5 വർഷക്കാലവും കൊട്ടാരക്കരയിൽ എന്ത് വികസനമാണ് സാധ്യമായത് എന്ന് ഐഷ പോറ്റി ചോദിക്കുമ്പോൾ അതിനു മുന്നിൽ ഉത്തരങ്ങളില്ല, കുറെ സർക്കാർ ഉത്തരവുകൾ മാത്രമാണ്. അവസാന ഘട്ടത്തിലാണ് കൊട്ടാരക്കരയുടെ ഗതാഗത നിയന്ത്രണത്തിനു വേണ്ടിയുള്ള ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയ അനുമതി പത്രം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് പണി പോലും ആരംഭിക്കാൻ സാധിക്കില്ല, ഭൂമി പോലും ഏറ്റെടുക്കാൻ സാധിക്കില്ല. 5 വർഷക്കാലങ്ങൾ ഒരു മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നിട്ടും കെ.എൻ. ബാലഗോപാലിന് കൊട്ടാരക്കരയിലേക്കുള്ള വികസനങ്ങൾ വെറും വാഗ്ദാനങ്ങളായി മാത്രം ഒതുക്കേണ്ടി വന്നിരുന്നിടത്താണ്
ഐഷ പോറ്റി 5 വർഷക്കാലം VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലഘട്ടത്തിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലും 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്ന വികസന പദ്ധതികൾ ഇപ്പോഴും നെഞ്ചുവിരിച്ച് അവിടെ നിൽക്കുന്നത് തന്നെയാണ് ഐഷ പോറ്റിയുടെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം. കേവലം 10,000 വോട്ടുകൾക്ക് മാത്രം വിജയിച്ചു തുടങ്ങിയ ഐഷ പോറ്റി അവസാനം നിയമസഭയിലേക്ക് എത്തിയത് 40,000 ശിഷ്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. കഴിഞ്ഞ തവണ KN ബാലഗോപാൽ വലിയ ഇടതു തരംഗമുണ്ടായിട്ട് പോലും കൊട്ടാരക്കരയിൽ വിജയിച്ചത് കേവലം 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം. അതും ഐഷ പോറ്റി മുന്നിൽ നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നയിച്ചതുകൊണ്ട് മാത്രം. കൂടെ നിന്ന് സഹായിച്ചിട്ടും കൂടെ നിന്ന് തൻ്റെ പാർട്ടിയുടെ വിജയത്തിലേക്ക് നയിച്ചിട്ടും പാർട്ടി പരിപാടികളിലും അവിടുത്തെ മറ്റു പൊതുപരിപാടികളിലും മുൻ MLA ഒഴിവാക്കുന്ന നിലപാടുകളുമായാണ് KN ബാലഗോപാൽ ക്യാമ്പ് മുന്നോട്ട് പോയത്. അതുതന്നെയാണ് ഐഷ പോറ്റിയെ ചൊടിപ്പിച്ചതും കോൺഗ്രസിലേക്ക് എത്തിയതും. കൊടിക്കുന്നിൽ സുരേഷ് എന്ന കോൺഗ്രസ് നേതാവ് 35 വർഷക്കാലം മാവേലിക്കരയെയും അടൂരിനെയും പ്രതിനിധീകരിച്ച് പാർലമെന്റ് അംഗമായിരിക്കുന്ന ആ കോൺഗ്രസ് നേതാവിന്റെ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടാണ് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിലുള്ള പ്രധാന കാരണം. ഐഷ പോറ്റിയെ പോലൊരു സൗമ്യമുഖം കൊട്ടാരക്കരയിലേക്ക് വന്നാൽ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന ഉത്തമ ബോധ്യം കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ടായിരുന്നു. ഐഷ പോറ്റിയുടെ വരവോടുകൂടി കൊട്ടാരക്കര സീറ്റിലേക്കുള്ള സീറ്റുകൾ ആഗ്രഹിച്ചു നിന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പിന്മാറിയ മട്ടാണ്. അഖിൽ മാരാർ അടക്കമുള്ള സെലിബ്രിറ്റികളുടെ പേരുയർന്നു കേട്ട കൊട്ടാരക്കരയിൽ ഇപ്പോൾ കോൺഗ്രസിന് ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അത് ഐഷ പോറ്റി ex-MLA വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ ചോദ്യം ബാക്കിയാകുന്നത് ഒന്ന് മാത്രം. ഐഷ പോറ്റിക്കെതിരെ മത്സരിക്കാൻ KN ബാലഗോപാൽ തയ്യാറാകുമോ? ഇടതു നിരീക്ഷകർ പോലും പറയുന്നു കാര്യങ്ങൾ അത്ര സേഫ് അല്ല ബാലഗോപാല എന്ന്. അതായത് KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുമെന്ന കാര്യം 7.5 തരം തന്നെയാണ്. കൊട്ടാരക്കര അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇക്കിന് രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരാകുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യർ എന്ന് വിശേഷിപ്പിക്കാവുന്ന R ബാലകൃഷ്ണപിള്ള പതിറ്റാണ്ടുകളോളം കയ്യിൽ വെച്ച് ഭരിച്ച കൊട്ടാരക്കര, ആ കൊട്ടാരക്കരയാണ് ഐഷ പോറ്റി എന്ന സൗമ്യമുഖം വന്ന് പരാജയപ്പെടുത്തി ഇടതുകോട്ടയാക്കി മാറ്റിയത്. ഇപ്പോഴും ഇടതുപക്ഷ നേതാക്കന്മാർക്ക് മാടമ്പി മണ്ഡലമാണ് കൊട്ടാരക്കര. അതായത് R ബാലകൃഷ്ണപിള്ളയെ ഇൻഡയറക്റ്റായി മാടമ്പി എന്ന് വിശേഷിപ്പിക്കുന്ന CPM നേതാക്കന്മാരെ ഇപ്പോഴും കൊട്ടാരക്കരയിൽ കാണാം. അവരൊരു നിമിഷം മറന്നുപോകുന്നു R ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയും മകനും ഇന്ന് ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന്. R ബാലകൃഷ്ണപിള്ളയുടെ മകൻ അവരുടെ മന്ത്രിയാണെന്ന്. ഇപ്പോഴും അവർക്ക് R ബാലകൃഷ്ണപിള്ള മാടമ്പിയാണ്. കൊട്ടാരക്കര മാടമ്പി മണ്ഡലമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ മാടമ്പി ഈ പറയപ്പെടുന്ന KN ബാലഗോപാലാണോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. എന്തായാലും കൊട്ടാരക്കര മാടമ്പി മണ്ഡലം ആയിരുന്നില്ല 15 വർഷക്കാലം ജനകീയയായ സൗമ്യമുഖമുള്ള ഐഷ പോറ്റി വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മണ്ഡലമായിരുന്നു. ഐഷ പോറ്റിയോട് രാഷ്ട്രീയക്കാർക്ക് ആർക്കും എതിരില്ല. അവർ അധികാരത്തിലിരുന്നപ്പോൾ കോൺഗ്രസും BJPയും CPMനെയും ഒക്കെ ഒരുപോലെ സഹായിച്ചിട്ടുണ്ട്. അതായത് പാർട്ടിക്കാരെ ഒരുപോലെ സഹായിച്ചിട്ടുണ്ട്. പാർട്ടി നോക്കിയായിരുന്നില്ല, സമുദായ സ്നേഹം നോക്കിയായിരുന്നില്ല അവരുടെ വികസന ക്ഷേമ കരുതൽ പ്രവർത്തനങ്ങളൊന്നും. അതുകൊണ്ട് തന്നെയാണ് ഐഷ പോറ്റി 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കരയിൽ വിജയിച്ചു കയറുമെന്ന UDF ക്യാമ്പും അവിടുത്തെ സാധാരണക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനി പിണറായി വിജയൻ നേരിട്ട് വന്ന് മത്സരിച്ചാലും കൊട്ടാരക്കര ഐഷ പോറ്റിക്ക് തന്നെ സ്വന്തമായിരിക്കും.